ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് 16 ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഒപ്പം 3 ജയിച്ച് ഇനി ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗലിനെ നേരിടണം ഗൈസ്. ഫ്രാൻസ് നമ്മൾ ലെജൻഡറിയുമാണ് ഗൈസ്. എന്താ ചെയ്യുക, നമുക്ക് കളിക്കാം ഗൈസ്. നമ്മൾ പൊട്ടിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മളുടെ നെഞ്ചിൽ ഉണ്ട്. ഇതൊരു ഗെയിമാണ് ഗൈസ്. റിയലായിട്ട് ഫ്രാൻസ് ജയിക്കുമോ പോർച്ചുഗൽ ജയിക്കുമോ എന്നൊന്നും അറിയില്ല. ഇത് ഗെയിം ഇതാര് ജയിച്ചാലും നമുക്കിത് ഇല്ലേ. ക്വാർട്ടർ ഫൈനൽ നടക്കാൻ പോവുകയാണ് ജർമ്മനിയിൽ നിന്ന്. നമുക്ക് ഫസ്റ്റ് ടച്ച്. അവരുടെ ടീം നമ്മുടെ ടീം എല്ലാം കൺട്രോൾ. സേവടാ, കോർണർ കിട്ടി കൊടുത്തേ. അതന്നെ മോനെ ഗോള്. യാസീന് ഗോൾ. കോണ്ടേ അങ്ങനത്തെ ഓർമ്മിച്ചില്ല ഒരു പ്ലെയറാണ് ഗോൾ അടിച്ചത്. എന്നാലും നമ്മൾ 1-1 ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഒരു ഗോളിൻ്റെ ലീഡ് നമ്മൾ പോർച്ചുഗലിനെതിരെ നേടിയിരിക്കുകയാണ്. ഇതിലെ ലെജൻഡറി എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അവരെല്ലാം ഗോളടിക്കും. അന്ന് കണ്ടിട്ടില്ലേ പോളണ്ട് ഗോളടിച്ചു. എന്റെ മോനെ ഭാഗ്യം ഉണ്ടാട്ടാ. റൊണാൾഡോ ഗോളടിക്കാത്ത എന്തോ ഭാഗ്യോ. ഇല്ലേ ടൈ പിടിക്കേനു അവര്. പോർച്ചുഗൽ ടൈ പിടിക്കണ്ട ഗോളടിക്കാൻ നല്ല ചാൻസാണ്. പക്ഷെ അത് അടിച്ചിട്ടില്ല റൊണാൾഡോ. ഇത് പോർച്ചുഗലിന്റെ റൊണാൾഡോ അടിച്ചത് ക്രോസ് ബാർ ഗൈസ്. അതങ്ങനെ ആ ഗോള് അടിക്കാത്തത് നന്നായി. നമ്മളെ ലീഡ് പോകും. പക്ഷെ ഇനി അവരടിക്കുമെന്നറിയില്ല. അതാണ് പോർച്ചുഗലിന്റെ രീതി. എപ്പാന്ന് അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ബൈസൈക്കിൾ കിട്ടിയിട്ടില്ല. തൊടാൻ തരാനിട്ടില്ല. മൂഞ്ചി പോയി ആ ഷോട്ട്. വെറുതെ തുള്ളി അങ്ങനെ. പക്ഷെ കാലിൽ കുടുങ്ങിയിട്ടില്ല ബോൾ ഏതോ വഴിക്ക് പോയി. ഓൻ ഏതോ വഴിക്ക് ചാടി. അങ്ങനെയാണ് ഉണ്ടായത്. ഹാഫ് ടൈം വിസിൽ മുഴങ്ങാനായിരിക്കും. ആയി. 1-1 നമ്മൾ ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഉസ്മാൻ ഡെംബേലെ ജിറൂഡ്. അപ്പൊ ഗൈസ് ജിറൂഡ് ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. 49-ാം മിനിറ്റിൽ 9-ാം നമ്പറുകാരൻ ഗോൾ അടിച്ചിരിക്കുകയാണ്. യെസ്, ഡെംബേലയുടെ ക്രോസിൽ ജിറൂഡ് ഒന്ന് തലവെച്ച് കൊടുത്തു. അത് ഗ്രൗണ്ടിൽ ഒരു തവണ പിച്ചു കുത്തി വലയിലേക്ക്. റൊണാൾഡോ ബോൾ അടിച്ചിട്ട് ഗ്രിസ്മാനിൽ നിന്ന് ജിറൂഡിൽ നിന്ന് ഡെംബെലെ. ഓ, എന്തോ പോലത്തെ ഒരു പാസ്സായിപ്പോയി. ജിറൂഡിനായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷേ ജിറൂഡിനേക്കല്ല ബോൾ പോയത്. കിട്ടിയിട്ടില്ല. ഓ, Bapak.
ഓ മൈ ഗുഡ്നസ്, എന്താണത്? അവിടെ എന്നാ സംഭവിച്ചേ? തുരാം ഡെമ്പേലേനെ മാറ്റിയിട്ട് കോമാനെ ഇറക്കാം പോകുന്നു. പക്ഷെ വേണ്ട, വേണ്ടതൊന്നും പറയാനാണ്. നിങ്ങൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ചെയ്യില്ല, ഇത് ഓട്ടോമാറ്റിക്കലി സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല. ഞാൻ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ഞാൻ കളിച്ചു നോക്കാം. ഓറാവിയോട്ട് എൻ്റെ മോനെ സീന് സാധനമാണ് ഗൈസ്. ആ ഹെഡർ സാധനം, പക്ഷെ അത് കാണാനും വിട്ടിട്ടില്ല. ഞെക്കിപ്പോയി അങ്ങനെ. തുരാമിൽ നിന്ന് കൊക്കമാൻ തുറാം ബാപ്പേ ഷോട്ട് അടിക്കുന്ന പോലെ പാസ് ഇല്ലേ? ഫൈനൽ വിസിലും വിളിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മൾ സെമി ഫൈനലിലോട്ട് കടന്നു ഗൈസ്. അപ്പൊ നമ്മൾ 3-2 ജയിച്ചു ഗൈസ്. സെമി ഫൈനലിലേക്ക് കയറി. സെമി ഫൈനലിൽ ആരെ നേരിടണം എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ചിലപ്പോൾ സ്പെയിനെ നേരിടാൻ ചാൻസ് ഉണ്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ 3 ഗോൾ അടിച്ച്. അപ്പോ സെമി ഫൈനലിൽ കളിക്കുന്നത് കാണാം അടുത്ത വീഡിയോയിൽ. അപ്പോഴത്തേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് കുറേ ഇട്ടോളി, എന്തെങ്കിലും ഇട്ടോളി. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ, ഗയ.